പശ്ചിമേഷ്യ സംഘർഷം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എത്രത്തോളം ഡീസലും പെട്രോളുമൊക്കെ ഒരു വില കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാർ നോക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി അങ്ങനെ പരമാവധി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. കൂടാതെ എണ്ണ കമ്പനികളെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിച്ചുകൊണ്ടാണ് അവർ ഈ പെട്രോൾ എല്ലാം തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് പരമാവധി അതിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോഴാണ് 1-2 രൂപയൊക്കെ ഈ പെട്രോളിന് വർധനവ് വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തത്. നിലവിൽ പെട്രോൾ, ഡീസൽ, വ്യോമയാന, ടർബൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജൂൺ 1 മുതൽ 2 ആഴ്ചത്തേക്കാണ് പരിഷ്കാരം ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. പെട്രോൾ കയറ്റുമതിക്കുള്ള തീരുവ ലിറ്ററിന് 1.5 രൂപയായും ഡീസലിനേത് ലിറ്ററിന് 13.5 രൂപയായും നിശ്ചയിച്ചിട്ടുണ്ട്. ATFന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 9.5 രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തുക പ്രത്യേക അധിക സെസ് തീരുവയായി ഈടാക്കും. അതേസമയം റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് ഈടാക്കില്ല. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഘടകത്തിലും മാറ്റമുണ്ടാകില്ല. അടുത്ത അവലോകന വേളയിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ പുതുക്കിയ നിരക്കുകൾ അടുത്ത 2 ആഴ്ചയ്ക്ക് കൂടി പ്രാബല്യത്തിൽ തുടരുമെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 2 ആഴ്ചയിൽ ഒരിക്കലാണ് കയറ്റുമതി തീരുവ നിരക്കിൽ പരിഷ്കരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. കഴിഞ്ഞ അവലോകനം മുതലുള്ള കാലയളവിൽ അസംസ്കൃത എണ്ണ, അതോടൊപ്പം തന്നെ പെട്രോൾ, അതോടൊപ്പം ഡീസൽ, അതോടൊപ്പം ATF എന്നിവയുടെ ശരാശരി അന്താരാഷ്ട്ര വിലകളെ അടിസ്ഥാനമാക്കിയാണിത്. ആഭ്യന്തര ഉപയോഗത്തിനായി അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമൊന്നുമില്ല. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ തടസ്സങ്ങളും അതോടൊപ്പം തന്നെ അനിശ്ചിതത്വവും കണക്കിലെടുത്ത് പെട്രോളിയം ഉത്പന്നങ്ങളുടെ മതിയായ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഈ വർഷം ആദ്യം കയറ്റുമതി തീരുവകൾ ഏർപ്പെടുത്തിയിരുന്നു. പെട്രോൾ, ഡീസൽ, ATF കയറ്റുമതികളിൽ പ്രത്യേക അധിക സെസ് തീരുവ, റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് എന്നിവയുടെ രൂപത്തിലുള്ള കയറ്റുമതി നികുതികൾ ആദ്യമായി ഏർപ്പെടുത്തിയത് 2026 മാർച്ച് 27-നാണ്. അമിതമായ കയറ്റുമതി അത് നിരുത്സാഹപ്പെടുത്തുന്നതിനും പെട്രോളിയം ഉത്പന്നങ്ങളുടെ അമിതമായ ആഭ്യന്തര വിതരണം ഉറപ്പാക്കുന്നതിനുമാണ് ഈ ഒരു നടപടിയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അന്താരാഷ്ട്ര വിപണികളിലെ നിലവിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും തീരുവകൾ അവലോകനം ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്യും. മുൻ പരിഷ്കരണം 2026 മെയ് 16 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നതാണ്. മുൻ അവലോകന കാലയളവ് മുതൽ നിലവിലുള്ള അസംസ്കൃത എണ്ണ അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, കൂടാതെ വ്യോമയാന ഇന്ധനം എന്നിവയുടെ ശരാശരി അന്താരാഷ്ട്ര വിലകളെ അടിസ്ഥാനമാക്കിയാണ് തീരുവ ഘടന നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് വിജ്ഞാപനത്തിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. തീരുവ വർദ്ധിപ്പിക്കണോ, കുറയ്ക്കണോ, അതോ നിലനിർത്തണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ആഗോള വിലചലനങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. അതിനാൽ റിഫൈനർമാർക്കുള്ള കയറ്റുമതി, അതോടൊപ്പം തന്നെ അവസരങ്ങളും മതിയായ ആഭ്യന്തര ഇന്ധന വിതരണം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും സന്തുലിതമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ സംവിധാനം ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര ഉപയോഗത്തിനായി വിൽക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്.